നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. നമ്മുടെ റിയാസ് ബി ടോക്ക് നമ്മൾ കഴിഞ്ഞ വിവിധ എപ്പിസോഡുകളിലായിട്ട് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഇപ്പോൾ നമ്മൾ കുറേ ആളുകളൊക്കെ സ്കൂൾ അടച്ചപ്പോൾ കുട്ടികളായിട്ട് നാട്ടിൽ പോയി തിരിച്ചു വന്നു. ഈ യാത്രയിൽ പ്രവാസികൾക്ക് മറ്റുള്ളവർക്ക് ഒരു അറിവും കൂടി ആയിരിക്കണം, അവർക്ക് അതൊരു അനുഭവം കൂടി ആവട്ടെ. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇവിടെ സ്കൂൾ അടക്കാൻ സമ്മർ വെക്കേഷനാണ്. അപ്പോൾ കുട്ടികൾ കുടുംബത്തോടൊപ്പമാണ് നാട്ടിൽ പോവുക. GCC കൺട്രികളിലൊക്കെ ജൂലൈ ഓഗസ്റ്റ് നമുക്ക് കടുത്ത ചൂടാണ്. നാട്ടിലത് ഏപ്രിൽ മെയ് മാസത്തിലാണ് വെക്കേഷന്, ചൂടുകാലം സമ്മർ വെക്കേഷൻ. ഇവിടെ അത് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ്. അപ്പോൾ ഈ സമയത്ത് എല്ലാവരും കുടുംബത്തോടൊപ്പം നാട്ടിൽ പോകും. 2 മാസത്തെ വെക്കേഷൻ ഉണ്ട്. ഇവിടെ കടുത്ത ചൂടാണ്, നാട്ടിൽ നല്ല മഴ തുടങ്ങി തണുത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിനെ ആസ്വദിക്കാൻ വേണ്ടി എല്ലാവരും ഈ 2 മാസം കൊണ്ട് അതെല്ലാം പൂർണ്ണമായിട്ട് അവിടെ കൊണ്ട് ചിലവഴിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ബിസിനസ്സാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രവാസികൾ ഈ 6 GCC കൺട്രിയിലും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള പ്രവാസികൾ ഒന്നിച്ച് നാട്ടിൽ വരുന്ന ഒരു പ്രത്യേക സമയമാണിത്. അപ്പോൾ വിമാന കമ്പനികൾ പുറമെ അവിടെ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന തിരക്ക്, അത് കഴിഞ്ഞിട്ട് ഈ ആളുകളൊക്കെ പിന്നെ പർച്ചേസിന് ഇറങ്ങുമ്പോൾ നാട്ടിൽ ഇവർ ഒരു ഫ്രീ മൈൻഡിലാണല്ലോ, ആഘോഷമാണല്ലോ. അപ്പോൾ ഇവർ ഇപ്പോൾ പർച്ചേസിന് ഇറങ്ങും. കല്യാണങ്ങൾ വിഷയങ്ങളൊക്കെ ഈ സമയത്താണ് ആളുകൾ സെറ്റ് ചെയ്യുക. കാര്യം ഈ കുടുംബം വരുന്ന സമയത്ത് കല്യാണങ്ങളുണ്ടാവും, വീട് കുടിയിരിപ്പുകൾ ഉണ്ടാവും, മറ്റുള്ള ആഘോഷ പരിപാടികളുണ്ടാവും, മറ്റുള്ള ഫംഗ്ഷനുകൾ ഉണ്ടാവും, അതുപോലെ പെണ്ണ് കാണൽ ചടങ്ങുകളൊക്കെ അടക്കം പിരിവാരും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ സമ്മേളിക്കുന്ന ഒരു സമയമാണ് ഈ പ്രവാസി വെക്കേഷൻ സമയം. ഇത് ശരിക്ക് ഒരു സീസൺ ടൈം തന്നെയാണ് നാട്ടിലെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം. എല്ലാവരും പ്രവാസികൾ വരുന്ന ഒരു സീസണായിട്ട് കാണുന്ന ടെക്സ്റ്റൈൽസുകളുണ്ട്, അതേപോലെ ഫർണിച്ചർ കടകളുണ്ട്, ഇലക്ട്രോണിക് സംരംഭങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സീസണിനെ നാട് ശരിക്കും വരവേൽക്കണമെന്നുണ്ട് കേരളം. അപ്പോൾ ഇത് കേരളം എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. നാട്ടിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ജൂൺ 1 മുതൽ സ്റ്റാർട്ട് ചെയ്തു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. ഇവിടെ കുട്ടികൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡിൽ നിന്ന് കേരളത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡിലേക്ക് അവർ മാറുകയാണ്. പഴയ തലമുറ പോലെയുള്ള പുതിയ തലമുറ. അപ്പോൾ അവരനുഭവിക്കുന്ന ഒരു സംഘർഷമുണ്ട്. ഇവിടെ ഇവർ മൊബൈലും ടാബ്ലറ്റും ഒക്കെ വെച്ചിട്ട് കളിച്ച് വീട്ടിനുള്ളിൽ ഇരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടെ ഒരു ഓപ്പൺ എയറിലേക്ക് ചെല്ലാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അത് നാട്ടിലെത്തുമ്പോൾ കിട്ടുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ്. യഥാർത്ഥത്തിൽ കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. ഇപ്പം നിൻ്റെ ഒരു പേഴ്സണൽ അനുഭവം ഉണ്ടല്ലോ. ഈ നാട്ടിലുള്ള കുട്ടികൾ സ്കൂളിൽ പോവുകയും നമ്മുടെ പ്രവാസി കുട്ടികൾ വീട്ടിലിരിക്കുകയും ചെയ്യുമ്പോൾ വലിയ ഒരു മാനസിക പ്രശ്നമുണ്ട്. പിന്നെ അവർക്ക് കിട്ടുന്ന ഒരു ഓപ്പൺ സമയം എന്ന് പറയുന്നത് ഈ വിവാഹം, മരണം, മറ്റുള്ള ചടങ്ങുകൾ, വീട് കുടിയിരിപ്പ്, ഇങ്ങനെയുള്ള യാത്രാ അവസരങ്ങളിൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരമാണ്. അപ്പോൾ അതിനെ നമ്മളെ സമൂഹം ശരിക്കും അതിനെ ഉപയോഗപ്പെടുത്തണം. ഈ ഒരു പ്രവാസി വെക്കേഷൻ സമയം ഇത്തരം കുട്ടികളും ഫാമിലിയുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനും ഒക്കെ ഉപയോഗപ്പെടുത്തണം എന്നാണ് പ്രധാനമായിട്ട്. പുതിയ ബിസിനസ് സാധ്യത നമ്മളിപ്പോൾ കാണുന്നത് അല്ലേ? ബിസിനസ് സാധ്യതയും കൂടെ കാണണം. തീർച്ചയായിട്ടും ഇവർക്ക് ഒരു വേദി ഒരുക്കുന്നത് വലിയൊരു സാധ്യതയുണ്ട്. കാരണം അവർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ കോഴ്സുകളോ, പല ആളുകളും ഫിറ്റ്നസിന് വേണ്ടി ഈ സമയം തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട്. ഇവിടെ ചികിത്സക്ക് വേണ്ടി, അതെ ആയുർവേദ ഒഴിച്ചിൽ പോലുള്ള ആയുർവേദ ചികിത്സകൾക്ക്, പല്ലിന് അസുഖം ഉണ്ടായിട്ട് പോലും അത് നാട്ടിൽ പോകുന്ന സമയത്ത് ചെയ്യാം എന്ന് കരുതുന്ന ആളുകളുണ്ട്. പല രോഗത്തിനും ഇവിടെ ഇൻഷുറൻസ് കിട്ടില്ല. അപ്പൊ നാട്ടിൽ ചെന്ന് അപ്പൊ പല്ല് ഡോക്ടർമാർക്ക് പോലും ഒരു ബിസിനസ് സാധ്യത. ഒരു എന്റെ ഭാഷയിൽ പറഞ്ഞാല് പല്ല് ഡോക്ടർമാർക്ക് പോലും വായ നോക്കി നടക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. സുവർണ അവസരമാണ് എല്ലാ മേഖലയിലുള്ള ആളുകൾ. ഒരു ബിസിനസ് സാധ്യത അവിടെ ഉണ്ട്. കാര്യം ഈ പ്രവാസികൾ പൊതുവെ സ്പെൻഡിങ് ഹാബിറ്റ് ഉള്ള ആളുകളാണ്. ചെലവാക്കണം എന്നുള്ള, നാട്ടിലെ പോലെ എല്ലാത്തിനും ബജറ്റ് ഇങ്ങനെ വെച്ചിട്ട് പോകുന്ന ആളുകൾ മാത്രമല്ല, കുറച്ച് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതിനൊരു സ്പെൻഡിങ് മണി ഇവർ കണ്ടുവച്ചിട്ടുണ്ടാവും. ഒരു ഇത്ര എമൗണ്ട് എനിക്ക് 1 ലക്ഷമോ 2 ലക്ഷമോ 5 ലക്ഷം വരെയൊക്കെ ഈ വെക്കേഷനിൽ നമുക്ക് സ്പെൻഡ് ചെയ്യണം എന്നുള്ള അങ്ങനെ ഒരു സ്പെൻഡിങ് ഹാബിറ്റ് ഉള്ള ഇത് പല ആളുകൾക്കുമാണ് ഇത് കിട്ടുന്നത്. മീൻ കച്ചവടം പോലും കാർക്ക് പോലും അത് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ബൂമിങ് ടൈമാണ് യഥാർത്ഥത്തിൽ ഈ 2 മാസം എന്ന്. ഇപ്പം അത് കഴിഞ്ഞ് തിരിച്ച് വരുന്നൊരു സമയമാണ്. നാട്ടിൽ കാണുന്ന വല്ലാത്തൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, നാട്ടിലെ നമുക്ക് ഗൾഫ് കൺട്രികളിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനത്തോടെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇവിടെ തിരക്കുണ്ടെങ്കിലും ട്രാഫിക് ഉണ്ടെങ്കിലും നമുക്ക് ഒരു പ്ലീസിങ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, റോഡുകളിലേക്ക് ഇറങ്ങിയാൽ തിരക്കാണ്, ബഹളമാണ്, ശബ്ദമാണ്. പക്ഷേ നമുക്കൊരു ഭയം അവിടെ ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് നമുക്ക് ഈ ചില ബസ്സുകളുണ്ട്, ഒരു റെഡ് കളറിലുള്ള ഒരു ബസ് ഉണ്ട് ഇപ്പം ഓടാൻ.
അവര് ലെഫ്റ്റ് ട്രാക്കിലാണ് നമുക്ക് പോകേണ്ടത്, അവർ റൈറ്റ് ട്രാക്കിലൂടെ യാത്ര ചെയ്യുള്ളൂ. വലത് വശം വെച്ചിട്ട് ഫുൾ ടൈം ഹോണിന്റെ മുകളിൽ കൈ വെച്ചുകൊണ്ട് ഫുൾ ടൈം ഹോൺ അടിച്ചിട്ടുള്ള ഒരു ഭയാശങ്ക നിറച്ചിട്ടുള്ള ഒരു യാത്ര ഉണ്ട്. ഇത് യഥാർത്ഥത്തിൽ പിന്നെ നാട്ടുകാർക്ക് ഇതൊരു സുപരിചിതമാണ്. പക്ഷേ ഇവിടുന്ന് ചെല്ലുന്ന ആളുകൾക്ക് ഈ നല്ല ട്രാഫിക്കിൽ നിന്ന് നല്ല ഒരു ട്രാഫിക് സംവിധാനത്തിൽ നിന്ന് ചെല്ലുന്ന ശരിക്കും കുട്ടികളൊക്കെ പേടിച്ച് അലറുകയാണ് ചെയ്യുന്നത്. ഈ ബസ്സിന്റെ ഇടിവണ്ടി എന്നാണ് അതിന് പേര് തന്നെ. അത് നമുക്കറിയാം, ഈ പാലക്കാട്, കോഴിക്കോട്, അങ്ങനെ ഗുരുവായൂർ പ്രൈവറ്റ് ബസ് എല്ലാവരും കണക്ക്. അപ്പൊ ഇത് ശരിക്കും ഒരു അരാജകത്വമാണ് നാട്ടിലുള്ള കാര്യം. എല്ലാ ട്രാഫിക് സംവിധാനങ്ങളും ഇതിനുള്ള പോലീസ് സംവിധാനങ്ങളും ഫൈനുകളും ഒക്കെ ഉണ്ടായിട്ടും ഈ ഒരു വല്ലാത്ത യാത്ര, അതൊരു ഹോണടി ചെറിയ ഓട്ടോറിക്ഷക്കാർ പോലും പാണ്ടിലോറിന്റെ ഓണൊക്കെ വെച്ചിട്ട് സൗണ്ട്. ഇത് നമുക്ക് ആ സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ പുറമേ നിന്ന് ചെന്നിട്ട് നാട്ടിൽ ചെന്നിട്ട് ഇത് കാണുമ്പോൾ നമുക്ക് അനുഭവിക്കണ വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ട്. രാത്രി ഒന്നും ഉറങ്ങാൻ കഴിയില്ല. കാര്യം ഈ ശബ്ദവും ഈ ഒരു പ്രഷറുണ്ടല്ലോ, ഇത് ഉണ്ടാക്കുന്ന റോഡുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു വല്ലാത്ത പ്രഷറുണ്ട്. ഇതിനെ ശരിക്ക് ഗവൺമെൻറ്റുകളും സന്നദ്ധ സംഘടനകളും പോലീസും ഒക്കെ ചേർന്നിട്ട് ഇതിനൊരു പരിഹാരം കാണണം. അത് ഗൾഫിലെ പോലെ നിയമം കർശനാക്കണം. കാരണം ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമമാണ് ഈ വണ്ടി. ഇപ്പൊ ടാക്സി വണ്ടി ഓടിച്ച ഒരാൾ മരിച്ചാൽ 2500 രൂപ എങ്ങാണ്ട് ഫൈൻ കൊടുത്തിട്ട് തട്ടിച്ചാക്ക് രക്ഷപ്പെടാം. ഇവിടെ അത് നടക്കൂല. അപ്പൊ അവരെ അപേക്ഷിച്ച് 2500 രൂപ പോകണുള്ളൂ. മറ്റൊരു ജീവൻ പോയാലും ഒക്കെ കണക്ക്. കാരണം ആ കാലത്ത് ഈ നിയമം എഴുതപ്പെടുന്ന കാലത്ത് വണ്ടി സായിപ്പുമാര് മാത്രമേ വണ്ടി ഉണ്ടായിരുന്നു, മറ്റൊക്കെ യാത്രക്കാരാണ്. അപ്പൊ ആ സായിപ്പുമാർ സംരക്ഷിക്കാൻ ഉണ്ടാക്കിയ നിയമമാണ്. അത് പൊളിച്ചെഴുതിയിട്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ബ്ലഡ് മണിയൊക്കെ ഉള്ള രീതിയിൽ അല്ലെങ്കിൽ നല്ല ഫൈൻ കൂട്ടണം. സ്പീഡിന് വേണം. പുതിയ ട്രാഫിക് നിയമങ്ങളൊക്കെ ഉണ്ട്, ലൈസൻസിങ് നിയമങ്ങളൊക്കെ പരിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ഈ ട്രാഫിക്കിലേക്ക് ഇത് എത്തുമ്പോൾ അത് അൾട്ടിമേറ്റ്ലി ഇതിനൊരു പരിഹാരം വന്നിട്ടില്ല. അപ്പോൾ അതിനൊരു കൃത്യമായ ഒരു പരിഹാരം യഥാർത്ഥത്തിൽ കാണുന്നുണ്ട്. നമ്മൾ ഗൾഫുകാർക്ക് ഇവിടുന്ന് നാട്ടിൽ ചെല്ലുമ്പോൾ ഇത് പ്രത്യേകം വേറെ തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ റോഡുകളും നമ്മുടെ അല്ലാതെ ഞാനിവിടെ ലൈസൻസ് നിർത്തില്ല. എനിക്ക് അറിയാത്തൊരു കാര്യം കൂടി ഉള്ളത്, ഇവിടെ ലൈസൻസിന് 8 ഒക്കെ ഇടണോ? ഇവിടെ അങ്ങനത്തെ പല റൂളുകളും അങ്ങനെ 8 ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ നാട്ടില് ഇപ്പൊ 2 വീലറിന് ലൈസൻസ് ഇട്ടിട്ട് എന്താ കിട്ടണ്ടേ? ആദ്യം 8 ഇടണം. എന്നിട്ട് കുട്ടികളൊക്കെ വിചാരിച്ച് ഇതിന്റെ നിയമം എഴുതിയിട്ട് ഓട്ടുമോട് ഇങ്ങനെയാണ് പോവാ. പുതിയ എന്ത് പയ്യന്മാരാ പറയാ, പയ്യന്മാര്. അപ്പൊ പിന്നെ കുറ്റം മനസ്സിലല്ല. കാരണം അവിടെ നമ്മുടെ ഏറ്റവും വലിയ പരീക്ഷ നടക്കുന്നിടത്ത് ഇങ്ങനെ ഇട്ടിട്ടാണ് പഠിപ്പിക്കുന്നത്, ഇട്ടിട്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും കുട്ടികൾ അടി മുതൽ അവിടുന്ന് തുടങ്ങണം നമ്മുടെ പരിഷ്കാരം. ട്രാഫിക് ലൈസൻസ് നിയമങ്ങളിൽ നിന്ന് തന്നെ റിയാസ് ബി ടോക്കിൽ ഇപ്പൊ നമ്മള് കാര്യങ്ങളും ബിസിനസ് സാധ്യതകൾ പറയുന്നത് ഇതിന് പരിഹാരം കാണണല്ലോ. പറയാനിപ്പോ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കേരളത്തിൽ വന്നാല് ഇന്ത്യയിൽ വന്നാല് നമ്മൾ ട്രാഫിക് എല്ലാവരും അനുഭവിക്കുന്നതാണ്. ആംബുലൻസിന് പോലും നമ്മൾ സീഡ് കൊടുക്കില്ല. തീർച്ചയായിട്ടും. അതെ. നമ്മളിപ്പോ ഇവിടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസിപ്ലിനിൽ ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെ നാട്ടിലെത്തുമ്പോൾ നമ്മളെ പോലും ക്യാരക്ടർ മാറുകയാണ്. കാര്യം അതിനനുസരിച്ച് ഡ്രൈവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മോശക്കാരനാവും. കാര്യം നമുക്ക് നമ്മുടെ മുന്നിൽ ആളുകൾ കയറി ഒരു ഷോൾഡർ ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡ്രൈവിംഗ് ഉണ്ട്. അപ്പം എല്ലാവരും ഒന്നിച്ച് ഒരേ രീതിയിൽ മാറുമ്പോഴാണ് അതിൻ്റെ ഒരു മാറ്റം വരിക. ഇവിടെ അറബികൾ ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഇൻഡിസിപ്ലിനായിട്ട് ഡ്രൈവ് ചെയ്താൽ നമ്മൾ വാൺ ചെയ്യും. അവർ കൃത്യമായി വാണിംഗ് ഉണ്ടാവും, നമുക്ക് കൃത്യമായി ഫൈനുകൾ വരും. നമ്മൾ ഡിസിപ്ലിനിൽ ഡ്രൈവ് ചെയ്യാൻ നമ്മൾ കമ്പൽഡാണ്. നാട്ടിൽ അങ്ങനെയല്ല, നമ്മൾ കമ്പൽഡ് അല്ല. അപ്പോൾ ആ ഒരു ഡ്രൈവിംഗ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാനുള്ള എല്ലാ പരിശീലന പരിപാടികളും അതേപോലെ ഈ മീഡിയകൾക്കൊക്കെ നല്ല സ്വാധീനം ചെലുത്താൻ പറ്റും. മീഡിയകളിലൊക്കെ ഈ ഡ്രൈവിംഗ് ആയിട്ടും ഇങ്ങനെ മാനേഴ്സ് ആയിട്ട് നമ്മുടെ വ്യക്തി മാനേഴ്സുകളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബോധവൽക്കരണം കൃത്യമായിട്ട് നടത്തണം. അത് പല ക്യാമ്പയിനുകളായിട്ട് നമ്മൾ ചെയ്യേണ്ട വളരെ നമുക്ക് തന്നെ ഇപ്പോൾ ഹാംഫുള്ളായി വരുന്ന ഒരു അവസരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ പതുക്കെ ഒരു മോഡേൺ സൊസൈറ്റി എന്നുള്ള രീതിയിൽ അതിനെ മാറ്റിക്കൊണ്ടുവരണം. പിന്നെ അതേപോലെ ഇപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടായ വലിയൊരു പ്രശ്നം നമുക്കറിയാം, നല്ല കനത്ത മഴയായിരുന്നു. മഴയായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങളും അതുമായിട്ട് ഇതൊക്കെ ഒരു പാഠപുസ്തകവും കൂടിയാണ് യഥാർത്ഥത്തിൽ. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും വിദേശത്തു നിന്ന് വരുന്ന കുട്ടികൾക്കും ഒരു ക്രൈസിസിനെ നമ്മൾ എങ്ങനെ നേരിടും എന്നുള്ളത് വളരെ വലിയൊരു പാഠപുസ്തകം. അതിൽ ആദ്യത്തെ 2-3 ദിവസങ്ങളിലൊക്കെ നമ്മളൊരു മനോഹരമായിട്ട് നേരിട്ടു. അല്ല, അതിനെ നേരിട്ടു. ആ സമയത്തെ നമ്മൾ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ആളുകളെല്ലാം പക്വതയോട് പോകുന്നത്. പിന്നെയാണ് അതിൽ പൊളിറ്റിക്സ് കയറി വരലും അതിൻ്റെ ആളുകളെ ആരെങ്കിലും മുതലെടുപ്പ് നടത്തുന്നത്. അപ്പോഴാണ് അത് വഷളായി പോയത്.
നമുക്കറിയാം കോഴിക്കോട് വിമാനാപകടം നടന്ന സമയത്ത് ആ കോവിഡ് സമയത്താണ് അത് നടന്നത്. എത്ര വൃത്തിയായിട്ടാണ് ആ ജനങ്ങൾ അതിനെ നേരിട്ടത് ഈ കോവിഡ് സമയത്ത്. പക്ഷെ അത് വേറെ കാര്യമാണ്, അത് മലബാറിൽ മാത്രമേ നടക്കൂ കേട്ടോ. അതെ, കാരണം ജീവൻ പണയം വെച്ചെന്ന് പറഞ്ഞാല് വിമാനം പൊട്ടിത്തെറിക്കുക, അതിനേക്കാൾ ഉപരി കോവിഡിൽ എല്ലാരും അകറ്റി നിർത്തുന്ന അതെ, എല്ലാ ജനങ്ങളും കൂടെ പരാതി ഉണ്ടല്ലോ, ഒരു കളവ് പോലും അതിൽപ്പെട്ട ഒരാളുടെ ഒരു പല ആഭരണങ്ങളുടെ ഒന്നും നഷ്ടപ്പെടാത്ത ഇത്രയും നല്ലൊരു എവിടെ ഉണ്ടായിട്ടുണ്ട് ലോക ചരിത്രത്തിൽ തന്നെ അത്ഭുത. എടുത്തു പറയേണ്ടതാണ് മലബാറില് അതിന് നേതൃത്വം നൽകിയ ആളുകളുടെ അല്ലെ, വലിയൊരു കാര്യം തന്നെ, അത് പറയാതിരിക്കാൻ. അവിടെ അവര് ഒന്നും നോക്കിയില്ലല്ലോ, അവര് സ്വയം ജീവൻ പോലും നോക്കാതെയാണ് ഇത്തരം അവര് സ്വയം സന്നദ്ധരായിക്കൊണ്ട് ഈ ആളുകളെല്ലാം ഹോസ്പിറ്റലുകളിൽ, അത് തന്നെ ഒരു വൈകുന്നേര സമയം, കടുത്ത മഴയുള്ള സമയം, കോവിഡ് ഭീഷണിയുള്ള സമയം, കനത്ത ഭീഷണിയുള്ള സമയം, മാസ്ക് ഇട്ട് നടക്കുന്ന സമയം, എല്ലാവരും വീട്ടിൽ നിൽക്കുന്ന സമയം, സ്വന്തം വാഹനങ്ങളൊക്കെ ആംബുലൻസുകളാക്കിയിട്ട് കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്ത ഒരു വലിയ സന്നദ്ധ പ്രവർത്തനം. അവർക്കൊക്കെ നമ്മൾ ശരിക്ക് അവാർഡ് കൊടുത്താൽ മാത്രം പോരാ, അവരൊക്കെ ആദരിച്ച് ബഹുമാനിക്കേണ്ട ആളുകൾ. അപ്പം ഇങ്ങനെ ഒരു പ്രവർത്തനമുണ്ട്, ഇത് നമ്മുടെ നാട്ടിന് മാത്രം സ്വന്തമാണ്. അതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ ഈ പ്രവാസി കുട്ടികൾക്ക് ഉണ്ട്. പ്രവാസി കുട്ടികൾ ഇവിടുത്തെ വിദ്യാഭ്യാസം നല്ലതാണ്, ഇവിടുത്തെ നല്ല വിദ്യാഭ്യാസം, നല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒക്കെ കിട്ടും, എല്ലാം കിട്ടും, നല്ല അച്ചടക്കം എല്ലാം ഉണ്ടാവും. പക്ഷേ ഇത്തരം സമൂഹമായിട്ട് സോഷ്യലായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കിട്ടാനുണ്ട്. അത് കിട്ടാവുന്ന ഏറ്റവും നല്ല സമയമാണ് ഈ വെക്കേഷൻ സമയം. ഇത് പറയുമ്പോഴേ ചർച്ച നീണ്ടുപോകും. ഇപ്പൊ എൻ്റെ വീട്ടിൽ മരണം നടന്നു, എൻ്റെ ഒരു റിലേറ്റീവിന്റെ കുട്ടി ഗൾഫിൽ ജീവിച്ചു വളർന്ന ചെറിയ കുട്ടിയാണ്. അപ്പൊ ഇവന് കുറച്ച് ദിവസം ഇവിടെ കൂടി മയ്യത്ത് നിസ്കരിക്കാനൊക്കെ കൂടിയിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞാക്ക ഞാൻ ഈ അവിടെ പോണില്ല. എന്താ വെച്ചു, ഇവിടെ നിസ്കാരം വളരെ സൗകര്യമാണ്, എന്താ ശുചിയും കൊടുക്കൂല, കുമ്പിടും വേണ്ട, ഇതൊന്നും വേണ്ട, കാരണം മയ്യത്ത് നിസ്കാരം അവൻ ആകെ കണ്ടിട്ടുള്ളൂ. കാരണം അവനൊരു മയ്യത്ത് നിസ്കാരത്തിലൊരു മയ്യത്തിന്റെ പരിപാലനം അവൻ കണ്ടിട്ടില്ല. അവൻ ജനിച്ചു വളർന്ന അവിടെ ഗൾഫ് രാജ്യങ്ങളിലെ ഒരു രോഗിനെ കാണാൻ പോകുന്ന നമ്മുടെ അവിടെ പോലെയുള്ള ഒരു കെയറും ഇതൊന്നും ഇവിടെ ഇല്ലല്ലോ, കുടുംബങ്ങളിലും ഇല്ല. അക്കാഡമിക് സ്റ്റഡിക്ക് ഇപ്പൊ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പൊ ഇവർക്ക് പഠിക്കാൻ യൂട്യൂബിലോ മറ്റുള്ള ട്യൂഷനോ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഈ സാമൂഹ്യമായിട്ടുള്ള ഇത്തരം പാഠങ്ങൾക്ക് മറ്റ് കുടുംബ ബന്ധങ്ങൾ പുസ്തകങ്ങളിൽ ഇത് എഴുതി വെച്ചിട്ടില്ല. അത് സൊസൈറ്റി ആയിട്ട് നിന്നിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ, മരണം, ജീവിതം, കല്യാണം, ബന്ധങ്ങൾ, ഇതുപോലുള്ള സാമൂഹിക സേവനങ്ങൾ, ഒരു പ്രകൃതി ദുരന്തത്തെ നേരിടാനുള്ള അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് പഠിക്കാണ്ട്. അതൊരിക്കലും ഗൾഫിലെ കുട്ടികൾക്ക് അവരെ ഗൾഫ് പ്രവാസത്തിൽ നിന്ന് കിട്ടും. അതിൻ്റെ നല്ലൊരു പാഠപുസ്തകമാണ് അത്. ഓരോ രക്ഷിതാക്കളും അത് അവിടെ നാട്ടിൽ ചെന്നിട്ട് ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ അവരെ കൊണ്ടുപോവുകയും ഇടപെടിക്കുകയും എല്ലാ കുടുംബ ബന്ധങ്ങളിലൊക്കെ അവരെ കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്തിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. അതിലൊരു ബിസിനസ് വേറെ ഉണ്ട്. ബിസിനസ് മാത്രമല്ലല്ലോ, നമുക്ക് ഇത്തരം ഒരു സൊസൈറ്റിയെ ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ബിസിനസ് ഇന്നത്തെ ചർച്ച ബിസിനസ് ബീടോക്ക് ആണ് കേട്ടോ. അതെ അതെ. അപ്പോൾ ആദ്യം പറഞ്ഞത് അതാണ് ബിസിനസ്, നമ്മൾ ഈ ചെല്ലുമ്പോഴുള്ള സ്പെൻഡിങ്. പക്ഷെ ഇതിൽ നിന്ന് കിട്ടുന്ന കുറേ ബൈ പ്രൊഡക്റ്റുകളുണ്ട്. ഇതിനെ ശരിക്കും നമ്മുടെ സൊസൈറ്റി അറിയണം. ഈ ഒരു സമയം ഇത്തരം ആളുകൾ വരുന്നുണ്ടെന്നും അവരെ നമുക്ക് വെൽക്കം ചെയ്യേണ്ട ആളുകളാണെന്നും അവർക്ക് ഇവിടെ ആവശ്യങ്ങളും ഈ കുട്ടികൾക്കും ഈ കുടുംബത്തിനൊക്കെ നമ്മൾ അവർക്ക് പരിഗണന നൽകേണ്ടതും നമ്മുടെ കുടുംബത്തോടൊപ്പം ചേർത്ത് നിർത്തേണ്ടതുണ്ടെന്നും നമ്മൾ കുടുംബ സംഗമങ്ങളൊക്കെ നടത്തും. പക്ഷേ അതിലൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എന്തെങ്കിലും ഒരു ഉദ്ദേശം വെക്കുന്നില്ല. ഒരു കുടുംബ സംഭവം, എല്ലാവരും വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, പിരിയുന്നു. കല്യാണങ്ങളൊക്കെ അങ്ങനെയായി. പക്ഷെ അവിടെ അത് മാത്രമല്ല, അവിടെ ഒരു കൾച്ചറൽ ആക്ടിവിറ്റിയും കൂടി നടക്കണം. എന്ന് വെച്ചാൽ ഈ നമ്മുടെ കുടുംബങ്ങളെല്ലാം വരുന്നു, അവരത് പരസ്പരം ബന്ധപ്പെടുത്തുകയും ഇങ്ങനെയുള്ള ഈ കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുകയും ഈ കുട്ടികളെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കുകയും അവരെ മറ്റുള്ള കുടുംബ സഹോദരന്മാരായിട്ടും മറ്റുള്ള നമ്മുടെ എക്സ്റ്റേണൽ കുടുംബങ്ങളായിട്ട് ബന്ധപ്പെടുത്തുകയും മറ്റു സഹോദരങ്ങളായിട്ട് കൂട്ടിച്ചേർത്ത് വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം വേണം. അങ്ങനെ ഒരു നല്ല പ്രവാസി അനുഭവം പ്രവാസത്തിൽ നിന്ന് ചെല്ലുന്ന കുട്ടികൾക്ക് കിട്ടിയിട്ട് തിരിച്ചു പോരുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ അത് എൻജോയ് ചെയ്യണം. അങ്ങനത്തെ ഒരു അവസരം യഥാർത്ഥത്തിൽ പേഴ്സണലി ഞാനൊക്കെ അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ സൊസൈറ്റി കൂടി അതിനുവേണ്ടി ഈ ഒരു സമയത്ത് നമ്മൾ ഒന്നും കൂടെ സ്ട്രക്ചർ ചെയ്യണം. അപ്പോൾ ഈ ഫാമിലി മീറ്റുകളൊക്കെ നമുക്ക് ഈ സമയത്തേക്ക് മാറ്റി വെക്കാം, ഈ കല്യാണങ്ങൾ കുറച്ചൊക്കെ ഈ സമയത്തേക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഈ ഒരു സമയത്ത് ഉപയോഗപ്പെടുത്തണം എന്നും കൂടിയാണ്. കുടുംബസാഹചര്യമൊക്കെ ഭക്ഷണം ഇവിടുന്ന് ഇതൊക്കെ മന്തിയും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തിന്നു വരുന്നതിനേക്കാൾ വലിയ മന്തിയാണ് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നത്. അതിന് പകരം നാടൻ വിഭവങ്ങളും കൂടി ഈ
കുടുംബ പരിപാടിയിലൊക്കെ വെക്കാൻ വേണ്ടി എല്ലാം അതെ അതെ ശ്രമിക്കണം. അല്ലേ? ഇപ്പോ നാടൻ ഭക്ഷണം കിട്ടണമെങ്കിൽ ഗൾഫിലേക്ക് വരേണ്ട ഒരു അവസ്ഥയുള്ളത്. ഇവിടെ ഇപ്പൊ നല്ല എല്ലാ നാടൻ ഹോട്ടലുകളും നമുക്ക് ദുബായിലൊക്കെ നമുക്ക് എല്ലാ വിഭവങ്ങളും ഇവിടെ കിട്ടും. പക്ഷെ നാട്ടിൽ ചെന്നാൽ പലപ്പോഴും നമുക്ക് ഈ ഗൾഫ് വിഭവങ്ങളാണ് കിട്ടുന്നത്. അതും മാറിക്കഴിഞ്ഞു. ആളുകളെല്ലാം ഫാസ്റ്റ് ഫുഡും നൈറ്റ് കൾച്ചറിലേക്കൊക്കെ മാറി തുടങ്ങി. അത് ശരിക്ക് പിന്നെ സൊസൈറ്റിൻ്റെ ഒരു മാറ്റമാണ്. നമുക്കതിനെ തടയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും നമുക്ക് കുറച്ചും കൂടി നാടൻ രുചികളും നാടൻ പാട്ടുകളും നാടൻ കളികളും പഴയ പന്ത് കളികളും ഒക്കെ ഒന്ന് തിരിച്ചു വരാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ, ഇപ്പോൾ പാർക്കുകളൊക്കെ പോലെയുള്ള സൗകര്യങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ പ്രവാസി മലയാളി ഞങ്ങളെപ്പോലത്തെ ആളുകളെ തന്നെ താല്പര്യം എടുത്ത്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ മക്കള് നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയം അറിയുന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സംരംഭങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഈ ഊഞ്ഞാലും മറ്റൊക്കെ ഒഴിവാക്കിയിട്ട് നാടൻ കളികൾ, നമ്മളൊക്കെ കുട്ടിയുടെ കാലത്ത് പമ്പരേർ ഉണ്ടായിരുന്നു, കോട്ടിക്കളി ഉണ്ടായിരുന്നു, പിന്നെന്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ പോലെ. ഇപ്പൊ പിന്നെ ഓണത്തിന്റെ സമയമാണ് വരാൻ പോകുന്നത്. ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഈ ആഴ്ച മുതൽ ഓണം സ്റ്റാർട്ട് ചെയ്യും. ഓണത്തിന്റെ സമയമായി. അപ്പൊ ഈ ഓണത്തല്ല്, പിന്നെ വടംവലി, ഇങ്ങനെയുള്ള കമ്പവലി, അതെ അതെ. പ്രത്യേകിച്ച് മലബാർ ഫുട്ബോളിന്റെ ഒരു ഈറ്റിലാണ്. ഫുട്ബോൾ മത്സരങ്ങൾ ധാരാളം ഇനിയിപ്പം ഈ ചൂടുകാലമായി കഴിഞ്ഞാൽ ഫുട്ബോൾ അതിൽ വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗെയിമുകളും ആക്ടിവിറ്റികളും പിന്നെ സ്പോർട്സും കളികളും ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ ആനന്ദപ്രദമാവണം. ടൂറിസം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആളുകൾ ഒന്നിലേക്ക് മൂന്നാറിലേക്കോ വയനാട്ടിലേക്കോ കയറുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു റിസോർട്ട് ടൂറിസത്തിലേക്ക് ആളുകൾ ഒതുങ്ങിക്കൂടാണ് യഥാർത്ഥം ചെയ്യുന്നത്. കുറച്ചും കൂടെ ഇത്തരം നമ്മുടെ നാട്ടിൽ തന്നെ എൻജോയ് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ അതിൽ നിന്ന് നമ്മളെ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒരുപാട് വിദ്യാഭ്യാസം നമ്മൾ നേടുന്നുണ്ട്. നമ്മൾ പഴയ അന്യം നിന്ന് പോയ കുറേ കലകളുണ്ട്. ഇപ്പോ കോൽക്കളിയൊക്കെ എടുത്ത് പല കലകളുണ്ട്. ഇതൊന്നും മാർഗം കളി, ഇതൊന്നും ഇപ്പൊ നമുക്ക് അറിയില്ല. നമ്മുടെ പുതിയ തലമുറക്ക് ഈ പരിപാടി ഒന്നും അറിയില്ല. ഇവർക്കാകെ നിന്നിട്ട് ഈ CD വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഈ ചാട്ടം മാത്രമേ നമ്മളെ തീർച്ചയായിട്ടും നമുക്കും അറിയുള്ളൂ, കുട്ടികൾക്കും അറിയുള്ളൂ. ഇതിപ്പോ ഒരു മത്സര ഇനമായിട്ട് ചുരുങ്ങിയാണ് യഥാർത്ഥം ഇത്തരം കളികളൊക്കെ ചെയ്ത്. അത് നേരത്തെ ഒരു മത്സര ഇനമല്ല, അതൊരു എൻജോയ് ചെയ്യാണ്. ഒപ്പന എന്ന് പറഞ്ഞത് ഇപ്പം സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു മത്സര ഇനാണ്. നമ്മുടെ കല്യാണങ്ങളിൽ ഒപ്പന ചെയ്യേണ്ട ഒരു സംഗതിയാണ്, ഒരു ആക്ടിവിറ്റിയാണത്. അപ്പം അങ്ങനെ ആക്ടിവിറ്റികളിലേക്ക് ഈ ഇത്തരം കലകളെ കൊണ്ടുവരികയും കലകളെ പ്രോത്സാഹിപ്പിക്കുകയും ഇങ്ങനെ നമ്മുടെ ഈ പ്രഷറിനെ, കനത്ത പ്രഷറിലാണല്ലോ മനുഷ്യ ജീവിതം ഉള്ളത്. ബിസിനസ്സിൻ്റെ ഇടയിലും ജോലിയുടെ തിരക്കും ഈ പറഞ്ഞ പോലെ ട്രാഫിക്കിൻ്റെ തിരക്കൊക്കെ ഉള്ള ഈ പ്രഷറിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു നല്ല അവസരമാണ് ഈ പ്രവാസിയുടെ ഈ വെക്കേഷൻ സമയം. അതിനെ നാട്ടുകാരും ജനങ്ങളും സമൂഹവും കുടുംബവും സൊസൈറ്റിയും ഒക്കെ ഒന്നിച്ച് ചേർന്നിട്ട് അതിനെ നല്ലൊരു സമയമാക്കി മാറ്റണം എന്നാണ് നമുക്ക് ഈ അതിന് ബന്ധപ്പെട്ട ഒരു വേദി ഒരുക്കാൻ, അതിനുള്ളൊരു കളം ഉണ്ടാക്കാൻ പ്രവാസി സംരംഭകർ ശ്രമിക്കണം. കുറെ ബിസിനസ് ബിൽഡിങ്ങുകളൊക്കെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതിന് പകരം ഇനി സാധ്യതകൾ അങ്ങനെ തീർച്ചയായിട്ടും ഗെയിമുകൾക്കും ഒക്കെ സാധ്യതകൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ല സമയമാവട്ടെ നമ്മുടെ ഈ പ്രവാസിയുടെ വെക്കേഷൻ സമയം. അതിന് കേരളം ഒരുങ്ങട്ടെ, ഒരു ആഘോഷമാക്കി മാറ്റാൻ ഈ കുട്ടികൾക്കും ഈ കുടുംബത്തിനുമൊക്കെ നല്ല സമയം സമ്മാനിക്കാൻ നമ്മുടെ നാടിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്.